പിന്നെ അത് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തതാണോ? അത് ഞാൻ ഒന്നും വിചാരിക്കില്ല ട്ടോ സാറേ. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു വോയിസ് കേൾപ്പിച്ച് തരാം. ആ വോയിസ് ശരിയാണെങ്കിൽ ദൈവം പോലും പൊറുക്കത്തില്ല എന്ന് എനിക്ക് രേണുസുധിയോട് പറയാനുള്ളൂ. അതായത് അത് ശരിയാണെങ്കിൽ, ഞാൻ വേറൊരു ചാനലിൽ നിന്ന് കേട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ചെയ്ത ചാനലിനോട് ഏതൊരു സ്ത്രീ വിളിച്ച് സംസാരിക്കുന്നതാണ്. എന്തായാലും ആ വോയിസ് ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം. ട്ടോ സാറേ, അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നത് ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചിട്ട് മാറുമല്ല ചെയ്യണ്ടേ? ഇല്ല, അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. അല്ല സാറേ, അത് മോശമല്ലേ, പാവമല്ലേ? നമുക്കും വീട്ടിൽ അല്ല, പിള്ളേരൊക്കെ അവർക്ക് ഇല്ലേ? പൈസ നമ്മൾ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് അറിയാം, അത് നമുക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. അതെ, പക്ഷെ നമുക്ക് അവരോടുള്ള ചോദ്യം മാത്രം ചോദിക്കുക എന്തിനാ? അതായത് രേണുസുധി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോലെ എനിക്ക് കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പൈസേൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാനലുകാർ വടിയും തൂക്കി പോയല്ലോ. പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ രേണുസുധീൻ്റെ സംഭവങ്ങളൊന്നും കേൾക്കാൻ ഇപ്പം കൃത്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ല. ആ സന്ദീപിൻ്റെ കേസ് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇനിയൊന്നും പറയണ്ട. അതായത് എന്തിനാണ് വെറുതെയെങ്കിലും ഒരു പുലിവാല് പിടിക്കുന്നത്, അതുകൊണ്ട് വേണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും നിർത്തിയതാണ്. ഇപ്പോൾ രേണുസുധീൻ്റെ കണ്ടൻറ്റൊന്നും ആരും എടുക്കാറില്ല. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ രേണുസുധീൻ്റെ പിന്നെ വീഡിയോക്ക് വരെ എന്ന് പറഞ്ഞാൽ ഒരു റീച്ചോ കാര്യങ്ങളോ ഇല്ലാതായിപ്പോയി. പിന്നെ എന്ന് പറഞ്ഞാൽ രേണുസുധീൻ്റെ അസുഖത്തെപ്പറ്റിയോ ഇതൊന്നും ആർക്കും അറിയേണ്ട. ഞാൻ പറഞ്ഞാൽ അവരെ കൂട്ടത്തിൽ ആൾക്കാർ തന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ 400 വ്യൂസ് 300 വ്യൂസ് അതിലപ്പുറമൊന്നും പോകുന്നുമില്ല. ഇത് കണ്ടപ്പോഴേ രേണുവിന് മനസ്സിലായി ഇങ്ങനെ ഇനി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത പണിയാണ്. ഒരു ചെറുക്കൻ്റെ ജീവിതം വെച്ചിട്ട് അവൻ്റെ എന്തോ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്ത് വിടും. നാണവും മാനവും ഉണ്ട്, ഉളുപ്പുണ്ട്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ വന്നിട്ട് നാട്ടുകാരെ മുഴുവൻ അങ്ങ് തെറി പറയാനും പള്ളു പറയാനും ഇരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ഏൻ്റെ അസുഖമാണ്? അതാണ് എനിക്കറിയാനുള്ളത്. നിങ്ങൾക്ക് ക്യാൻസറും കാര്യങ്ങളും ഒക്കെയാണ്, അതിൻ്റെ ചികിത്സയ്ക്ക് നല്ല ചിലവുമുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ തന്നെ ബീമ്പ് പറഞ്ഞല്ലോ, എന്നെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരൻ എന്നെ സഹായിക്കാൻ അവരില്ലേ നിങ്ങൾക്ക്? പിന്നെ എന്തിനാണ് വെറുതെയെങ്കിലും ആ ചെറുക്കനെ വെറുതെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ നാറ്റിക്കുന്നത്? അവൻ എന്ത് തെറ്റാ അതിന് മാത്രം ചെയ്തത്? അവൻ്റെ അച്ഛന്, അതായത് എന്നാ പറഞ്ഞറിയാം, ഭർത്താവ് കളഞ്ഞ ഒരുത്തനെയും അതുപോലെ തന്നെ അമ്മ ഉപേക്ഷിച്ച ഒരു 11 വയസ്സുകാരനെയും ഏറ്റെടുത്തത് തെറ്റാണോ? ഞാൻ ചെയ്ത തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ രേണുസുധി എന്ന് പറയുന്ന ആളെ നമ്മളെങ്ങനെയാണ് അറിഞ്ഞത്? ഈ കൊല്ലസുധി എന്ന് പറയുന്ന ആളുടെ ഭാര്യ ആയതിനു ശേഷമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ രേണുസുധീനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ കൊല്ലസുധീൻ്റെ പേരിൽ ഈ രേണുവിന് എങ്ങനെയെങ്കിലും അറിയപ്പെടാൻ പറ്റുമോ? ഒരിക്കലും അറിയപ്പെടാൻ പറ്റില്ല. ഈ രേണുസുധിയെ ജനങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യമായി എടുത്തത് ആ ഒരു കൊല്ലസുധി എന്ന് പറയുന്ന അയാളുടെ ഭാര്യ ആയതുകൊണ്ടാണ്. എന്നിട്ടിപ്പോഴും പറയുകയാണ് ആ ചെറുക്കനെ ഏറ്റെടുത്തത് തെറ്റായിപ്പോയി, അതുപോലെ തന്നെ ഈ സുധിയെ ഏറ്റെടുത്തത് തെറ്റായിപ്പോയി. സുധി വന്നതിന് ശേഷമല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കുറച്ച് ഇതുണ്ടായത്? ഇപ്പോഴെന്താ പറയുന്നത് അറിയാം, എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഫോണിൽ സുധിച്ചേട്ടൻ അയച്ച കുറേ മെസ്സേജ് ഉണ്ടല്ലോ. എന്നാ അറിയാം, ഈ 10-16 വയസ്സുള്ള ഈ ചെറുക്കനെ പറ്റിയിട്ട് സുധിച്ചേട്ടൻ അയച്ച മെസ്സേജ്, എടോ ക്ഷമിക്കാൻ കഴിയാതെ തെറ്റൊന്നും ഇവിടെ ഇല്ല. അതായത് അമ്മ ഉപേക്ഷിച്ചു, അമ്മ വേറൊരാളുടെ കൂടെ പോയി, അച്ഛനാണെങ്കിൽ 2-3 കല്യാണം കഴിച്ചു. ആ ഒരു മാനസിക ഷോക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ ഇനിയിപ്പോൾ ഒരു തെറ്റായ വഴിയിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് അവനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവൻ ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞല്ലോ, അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരു കൊച്ച് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ രേണുസുധീനെ പേടിച്ചിട്ട് ഈ ചെക്കനോട് മിണ്ടാട്ടം വരെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ ചിലപ്പോൾ ഏതോ ഒരു വഴിക്ക് പോയപ്പോൾ കൊല്ലസുധി തന്നെ അവരുടെ ബന്ധുക്കളെ വിളിച്ചോ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതൊക്കെ ഇത്ര വലിയൊരു കാര്യമാണോടോ? ഇപ്പം എന്താ ഇപ്പം എങ്ങനെയാണ് ജീവിക്കുന്നത് അത് നോക്കിയാൽ പോരെ? ഇപ്പം ആ ചെറുക്കൻ എന്താ ചെയ്യുന്നത്? അവൻ്റെ ജീവിതവും നോക്കി, അവൻ്റെ എന്താ പറയേണ്ടത്, അവൻ്റെ ബിസിനസ്സും കാര്യങ്ങളും നോക്കി. ഇപ്പോൾ രേണു എന്താ പറയുന്നതെന്നറിയാം. അതായത് എൻ്റെ വീടിൻ്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ പാത്തി നിൽക്കുന്നുണ്ട്, ബ്ലോഗർമാർക്ക് വിവരം കൊടുക്കാൻ പോലും. എന്നാ അറിയാം, രേണുസുധീനെ പറ്റിയിട്ട് ബ്ലോഗർമാർക്ക് വിവരം കൊടുക്കാൻ പോലും. എന്ത് വിവരാ മക്കളെ നമ്മൾ അന്വേഷിക്കേണ്ടത്? അതായത് രേണുസുധി ആര്, മോഹൻലാലാ, മമ്മൂട്ടിയാ? അല്ല, രേണുസുധിയുടെ വീട്ടിലുണ്ടോ? രേണുസുധി എവിടെയെങ്കിലും പോകുന്നുണ്ടോ? രേണുസുധി എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിരിക്കാ തിരക്ക്? നിങ്ങൾക്ക് തിരക്കണ്ടോ? ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തിരക്കണ്ട? എന്ത് വർത്താനാ പറയുന്നത്? എന്നിട്ട് വ്ളോഗർമാർക്ക് വിവരം കൊടുത്തു കഴിഞ്ഞാൽ എണ്ണീറ്റ് അങ്ങ് കൊടുക്കും പോലും ആടുന്ന്. ആകെ കിട്ടുന്നത് എണ്ണിച്ചൂട്ട് അപ്പം പോലെ. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് വലിയ ലക്ഷങ്ങളാണ് കിട്ടുന്നതെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധീൻ്റെ വീഡിയോ രേണുസുധീനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചെറുക്കൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ അവൻ്റെ വീട്ടിലെന്തോടോ അവന് കയറിക്കൂടെ?
അവന് വേണ്ടിയിട്ട് അല്ലേ അവന് പിന്നെ ഇവർ വീടെടുത്ത് കൊടുത്തിരിക്കുന്നത്. കൊല്ലസുധീൻ്റെ 2 മക്കൾക്കും സുധീൻ്റെ ഭാര്യയ്ക്കും താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വീട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതും കൂടി സ്വന്തമാക്കാൻ നോക്കണ്ട. ഇപ്പോൾ ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ ഒരുപാട് ആൾക്കാരായി. ആ ചെറുക്കൻ ഇപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ്. അതുമാത്രവുമല്ല ആ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ബന്ധുക്കളായി. ഇതൊക്കെ കാണുമ്പോഴേ ഈ സ്ത്രീക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. ഒരു കാര്യവും കൂടി ഞാൻ പറയാം. അതായത് ആ ചെറുക്കൻ ചിരിച്ചിട്ട് കണ്ടത് ഈ രേണുസുധീൻ്റെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷമാണ്. രേണുസുധി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ വഴിയാണ് പൈസ ഉണ്ടാക്കിയിട്ട് അവനും കൂടി കൊടുത്തത് എന്ന്. നിങ്ങൾക്ക് കുറച്ച് ഉളുപ്പുണ്ടോ പറയാനാണെന്ന്? അതായത് നിങ്ങളുടെ പറയാനും കിട്ടുന്നില്ല. സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടുന്ന പൈസേനെ വേണ്ടാന്ന് ആ ചെക്കൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്നിട്ട് അയച്ചു കൊടുത്തിട്ട് എന്തെല്ലാം പറയുന്നത്, ഞാൻ 500 1000 ഒക്കെ എന്തിനാടോ ഇങ്ങനെ കൂലിപ്പണി എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ഡീസൻ്റ് ഇല്ലായിരുന്നു. ഞാൻ കൂലിപ്പണി ചെയ്തിട്ടില്ല, ഞാൻ ഒട്ടൽ പണി ചെയ്തിട്ടില്ല, ഞാൻ തൂത്ത് വാരിയിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് പൈസ കൊടുത്തിന്, ഇല്ല 1000 കൊടുത്തിന്, 2000 കൊടുത്തിന്, അതിൻ്റെ വിലയുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിന് എന്ത് വിലയാടോ ഉള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇനി എല്ലാവർക്കെതിരെയും നീങ്ങാൻ നോക്കി. കാര്യം പറയാലോ, ഇവരെ ഇഷ്ടപ്പെടുന്നവരെന്ന് വരുന്നതാണ് ഇവരെ വെറുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് വേറെ ഒന്നുമല്ല, ഇവരുടെ പ്രഹസനം തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിക്ക് ഇപ്പോഴിനി ഒരു രക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിച്ചു എന്ന് പറയുന്നവന് ഒന്നും പറയാതിരിക്കുക. അതായത് അവനിപ്പോഴും ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേയുള്ള സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ ഭാഗത്ത് തന്നെയാണ്. അതായത് ആ ചെറുക്കൻ വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ആ ചെറുക്കൻ പറഞ്ഞത് എന്താ, അമ്മ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതായത് എൻ്റെ കൂട്ടുകാരൊക്കെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ ഋതപ്പൻ എന്ന് പറയുന്ന ആ ഒരു ചെറുക്കൻ വളർന്നാലും ഇതേ പറയത്തുള്ളൂ. ഋതപ്പൻ ഇപ്പോൾ വളർന്നു കഴിഞ്ഞാൽ ഈ പിന്നെ കൊല്ലസുധിയുടെ ഭാര്യയായ ഈ രേഷ്മയോട് പറയുന്ന കാര്യം ഇതുതന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് തന്നെയാണ് പറയുക. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് സപ്പോർട്ടായിട്ട് അമ്മ എന്നെ പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയേയില്ല. അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യത തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ പിള്ളമാരൊക്കെ വലുതായിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അവർക്ക് അതിൻ്റേതായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും തന്നെ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ പെരടിക്ക് കയറാതെ വളരെയധികം ഡീസൻ്റായിട്ട് നിന്നൂടെ. എന്തിനാണ് ആ ചെറുക്കൻ ഇപ്പോഴും ഇങ്ങനെ പറയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇന്നലെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചോദ്യമല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരമ്മ എന്ന നിലയിൽ തരം താഴുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതായത് രേണു ആ ചെറുക്കണ്ടല്ലോ എന്നാൽ കിച്ചു അവൻ്റെ ഗർഭിണിയായിനോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അറപ്പുള്ള ചോദ്യമാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അതായത് ഇതൊരു പൈസക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെങ്കിലും ആ ചെറുക്കൻ എത്രമാത്രം ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമായിരുന്നു. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു അറപ്പ് തോന്നില്ലേ? അതായത് ഇതിങ്ങനെ റിപ്പീറ്റ് അപ്പോൾ രേണു ഇതിന് വാങ്ങിച്ചിരിക്കുന്നത് ലക്ഷങ്ങളായിരിക്കും ചിലപ്പോഴേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് വേണ്ടത് റീച്ച് മാത്രമാണ്. ഇത്രയും തരംതാണ രീതിയിൽ റീച്ച് ഉണ്ടാക്കിയിട്ട് പറയുകയാണ് മറ്റുള്ള യൂട്യൂബർമാർ ഇത് പറയുന്നതാണെന്ന്. മറ്റുള്ള യൂട്യൂബർമാർ പറയുന്നത് പോലെയാണ് രേണു പറയുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ചെറുക്കന പള്ളു പറയാതിരുന്ന് കഴിഞ്ഞാൽ വളരെയധികം ഗുണമായി. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ രേണുവിനെ എടുത്തിട്ട് അലക്കുകയും ചെയ്യുള്ളൂ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. നന്ദി, നമസ്കാരം.